ഹലോ ഗൈസ്, നമസ്കാരം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്ന് ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കലയിലുള്ളൊരു റിസോർട്ടിലാണ്. ഈ റിസോർട്ട് നിങ്ങൾ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പലരും വന്ന് കാണും. അപ്പോൾ ഞാനിവിടെ ആക്ച്വലി ഞാനൊരു റിസോർട്ടിൽ തന്നെ ഏകദേശം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ചെറുപ്പത്തിലേക്കാണ്ട് എപ്പോഴോ ഫാദറായിട്ട് പോയൊരു ഓർമ്മയുണ്ട്, അതല്ലാണ്ട് എനിക്ക് വലിയ ഓർമ്മകളില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും എൻ്റെ ചേട്ടനും പുള്ളിക്കാരുടെ വൈഫും വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്താണ് ആക്ച്വലി എൻ്റെ ഹോം ടൗൺ. അവിടെയാണ് എൻ്റെ ഫാദറിൻ്റെ റിലേറ്റീവ്സും മദറിൻ്റെ റിലേറ്റീവ്സൊക്കെ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് അവിടെ വരാനൊരു സാഹചര്യം ഉണ്ടായി. കൊറോണ കാരണം നമ്മളെല്ലാവരും വീട്ടിലല്ലേ, ലോക്കല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് നേരെ അങ്ങോട്ട് വരാമെന്ന് കരുതി. അപ്പോൾ വന്നതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ഞാനും ചേട്ടനോട് പ്ലാൻ ചെയ്ത് എന്നാൽ പിന്നെ വർക്കല വന്നേക്കാന്ന് വെച്ചാൽ നമ്മൾ വർക്കല വന്നു. പെട്ടെന്നാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ചേട്ടനെ ചേച്ചിയെ കാണിച്ചു തരാം. ഇത് ചേട്ടൻ്റെ വൈഫ് റോഷൻ, അതെൻ്റെ ബ്രദർ ഇല്ലറിൻ. ചേട്ടൻ ഇവിടെ UST എന്ന് പറഞ്ഞൊരു കമ്പനി വർക്ക് ചെയ്യുന്നത്. ചേച്ചി ഇവിടെ ടീച്ചറാണ്. അപ്പോൾ അത് തന്നെ വേറൊരു കക്ഷിയുണ്ട്, അത് ഞാൻ ഒരിക്കൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ റിസോർട്ടിൽ എന്തൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം എന്നുവെച്ചാൽ ആ പൈസ ഇറക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെ വ്യൂ ഉണ്ട്, ആ പൈസ ഇറക്കുന്നതിൽ വെർത്താണോ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ കഴിവതും എൻജോയ് ചെയ്യുക. അപ്പോൾ അത് തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു? ആ കണ്ട വിഷ്വൽസൊക്കെ പൊളിയായിരുന്നില്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നതിനേക്കാളും വളരെയധികം സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ റിസോർട്ടിൻ്റെ പേര് ക്ലഫ് ഔട്ടി എന്നാണ്. ഇതേപോലെ അടുത്തടുത്തായിട്ട് കുറേ റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ജസ്റ്റ് വാക്ക് ത്രൂ പോവാം. ഞാൻ പറയാം ഇവിടെ എന്തൊക്കെയാണുള്ളത്. ഓക്കെ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കാർ പാർക്കിങ്ങിൻ്റെ ഒരു സ്ലോട്ടാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് എല്ലാവർക്കും ഇവിടെ സൗകര്യം ഇവിടെ ഇല്ല. പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടെ ഒരു ആയുർവേദ ഒരു സെറ്റപ്പാണത്. പക്ഷേ അത് നമ്മുടെ ഈ കൊറോണ ഒക്കെ കാരണം പ്രോപ്പറായിട്ട് അതിപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നില്ല. പിന്നെ ഇത് നമ്മുടെ റിസപ്ഷൻ സെൻറ്റർ. കാറിടാൻ സൗകര്യം ഉണ്ടായാലും അടിപൊളിയായനെ. പിന്നെ ഈ നേരെ കാണുന്നതും ഒരു ക്വാർട്ടേഴ്സാണ്, നമുക്ക് താമസിക്കാൻ സൗകര്യമുള്ള. ബേസ് റേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് എനിക്കറിയില്ല, ഒരു 1700 1900 ആ റേറ്റ് അനുസരിച്ച് വരും. പിന്നെ ഉള്ളിലോട്ട് കയറും തോറും ഈ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്റ്റാർട്ടിങ് ഓരോ ബഡ്ജറ്റ് ഉണ്ടല്ലോ. ഫസ്റ്റ് ബഡ്ജറ്റ് കിടക്കുന്ന കുറച്ച് വീടുകളാണ് ഇതൊക്കെ. മാറുന്തോറും ബഡ്ജറ്റ് മാറുന്തോറും വീടുകൾ കുറച്ചുകൂടെ എന്താ പറയുക കടൽ കാണാവുന്ന രീതിയിൽ ഫ്രണ്ടിലോട്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ബഡ്ജറ്റിലുള്ള കുറച്ച് വീടുകൾ. എൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. നമ്മുടെ ഒരു പാർഷ്യൽ സീ വ്യൂ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ പെടുന്നൊരു വീട് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കാണാം, കടൽ കാണാം എന്ന് കരുതിയിട്ടാണ് അത് പോയി എടുത്തത്. പിന്നെ കുറേ വോൾ ആർട്ടൊക്കെ ഉണ്ട്, നല്ല രസകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞ പാർഷ്യൽ സീ വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്കൊരു ഒരു കടലിൻ്റെ ഒരു പാതി ഭാഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ വീടാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്രണ്ട് വ്യൂ കിട്ടും. അടിപൊളിയാണ്. അത് പറഞ്ഞാൽ പൈസയുള്ളവർക്ക് അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ ആവശ്യമില്ലെന്നാണ് എനിക്ക് അവിടെ പോയപ്പോൾ തോന്നി. നമുക്ക് ആ ബാക്ക് മതിയായിരുന്നു. പിന്നെ ഈ കാണുന്നൊരു വീട് ഇത് അടിപൊളി. സത്യം പറഞ്ഞാൽ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നൊരു സൗകര്യം ഒരു സെറ്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതും വേറൊരു പാർട്ടി എടുത്ത് വെച്ച് വീടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ മേളിൽ നിന്ന് കിട്ടുന്നൊരു വ്യൂ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഞാനും ചേട്ടനും ആണെങ്കിൽ തലേദിവസം രാത്രി 12 മണി വരെയൊക്കെ ഇതിൻ്റെ പൊക്കത്തായിരുന്നു. പക്ഷേ താഴെ ആൾക്കാരുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞ പോലുമില്ല. പിന്നെ ഇന്നാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നപ്പോൾ പെട്ടെന്നൊരു പെങ്കൊച്ച് കയറി വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് അയ്യോ താഴെ സ്റ്റേ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഐസി താഴെ പോയി. പക്ഷേ ഈ ഒരു വ്യൂ ഒസമാണ്. അതിൻ്റെ മേളിലിരിക്കും നല്ല ഫ്രഷ് എയറും പിന്നെ അവർ കിട്ടുന്നൊരു വൈബില്ല. എൻ്റെ ഒന്ന് പിള്ളേരെ എന്നാ ഒരു മൂടാന്നറിയോ. പിന്നെ ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും കഴിയുമെങ്കിൽ വരിക, എൻജോയ് ചെയ്യുക. ആ എൻജോയ് ചെയ്യാനുള്ളതുണ്ട് ഇവിടെ, അത്ര അടിപൊളിയാണ്. ഇപ്പോൾ രാവിലെ ചേട്ടൻ ചേച്ചി എഴുന്നേറ്റ് പുറത്തിരിക്കുകയാണ്. ഞാൻ അവരെ പുറത്താക്കിയിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് കയറാൻ പോകുന്നത്. ഞങ്ങളുടെ റൂം കുറച്ച് അലകോലമാണ്, അപ്പോൾ ഇത് കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. നമുക്ക് എയർ കണ്ടീഷനും ഒരു കിങ് സൈസ് ബെഡും ഒരു വോൾ മൗണ്ട് TV ഒക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്.
പിന്നെ ആകെ ചെറിയ എനിക്കൊരു ഡിസപ്പോയിൻ്റ് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കിടക്കുന്ന ബെഡിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ടി വി ഇരിക്കുന്നത്, സൈഡിലോട്ടാണ് വെച്ചേക്കുന്നത്. അത് മാത്രമേ ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പക്ഷെ ബാക്കി റൂമിൻ്റെ നമുക്ക് തരുന്ന സൗകര്യങ്ങളും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ആ റൂമിലൂടെ കയറുമ്പോഴത്തേക്ക്. പിന്നെ ഒരു കിങ് സൈസ് റൂം പോലെ തന്നെ ഒരു കിങ് സൈസ് ബാത്റൂമുമാണ്. ഹലോ എന്തായാലും അടിപൊളിയാട്ടാ, നിങ്ങൾ എന്തായാലും ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ വർക്കല റിസോർട്ടും അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ. അപ്പോൾ ഇനി എൻ്റെ പുറത്ത് കുറച്ച് വ്യൂസ് ഉണ്ട്, അതിനെ കാണിച്ചു തരാം. അതിന് മുമ്പ് വർക്കലയാണ് എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഏറ്റവും അധികം ഹാങ് ഔട്ട് ചെയ്യുന്നൊരു സ്പോട്ട്. അപ്പോൾ അവരുടെ ഏകദേശം 4 എനിക്കൊന്ന് 5ാമത്തെ വട്ടം കണ്ടെന്ന് അവർ വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ അവർ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, കമ്പാരിറ്റീവ്ലി ബാക്കി റിസോർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ ഉണ്ടാകും. ഓക്കെ, ഇതാ 2 പേരുണ്ട്, 2 പേര് കയറുന്നുണ്ടോ? 2 പേരുണ്ട്. പറഞ്ഞോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ റിസോർട്ട് വെച്ച് ബാക്കി റിസോർട്ട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയുണ്ട്? ബാക്കി റിസോർട്ട് വെച്ച് നോക്കുമ്പം ഈ റിസോർട്ട് വളരെ നല്ല റിസോർട്ടാണ്, നല്ല സീനറിയൊക്കെ ഉള്ള റിസോർട്ടാണ്. പിന്നെ ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാണാൻ അടിപൊളിയാണ്. അതെ, കാണാൻ നല്ല അടിപൊളിയാണ്. റൂംസ് ആണെങ്കിലും നല്ലതാണ്. പിന്നെ ഇവിടുത്തെ ഫുഡ് ആണെങ്കിലും, പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ കുറച്ച് കൂടുതൽ കരുതിക്കോട്ടെ വരുമ്പോഴത്തേക്ക് നല്ലോണം പൊട്ടി. അത്രയ്ക്ക് പൈസ അടിച്ചാൽ സാധനങ്ങളൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവർ കറക്റ്റ് സമയത്ത് തന്നെ അവരിവിടെ കൊണ്ട് ഡെലിവറി ചെയ്യും. പിന്നെന്താ, ഹൗസ് കീപ്പിംഗ് ആണെങ്കിലും നല്ലതാണ്. ഇത്രയും പ്രാവശ്യം വന്നതിൽ ഞങ്ങൾ ഇവിടെ വരാൻ കൂടുതൽ ആഗ്രഹിച്ചതാ, എന്നിട്ട് ഇപ്രാവശ്യമാണ് അത് സാധിച്ചത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അതെ അതെ, പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് വന്നേക്കുന്നത്. കുറെ ആൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വരണമെന്ന്. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട്, സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് എടുക്കുന്ന കുറെ തീരുമാനങ്ങളാണ് പെട്ടെന്ന് നടക്കുന്നത്. ഈ പ്ലാൻ ചെയ്ത് നടക്കുന്ന പലതും എന്റെ ജീവിതത്തിൽ നടക്കാറില്ല, നിങ്ങളെ നടക്കാറില്ല, ആരുടെയും നടക്കാറില്ല. നമ്മളൊക്കെ സെയിം കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അതാണ് റിസോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വന്ന സമയത്ത് എനിക്ക് തന്ന റൂമിൽ കുറച്ച് ഡസ്റ്റും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അവർ അത് ശ്രദ്ധിച്ച് കാണത്തില്ല. പക്ഷേ നമ്മളത് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവർ വലിയ ഡിലേ ഒന്നും കാണിക്കാണ്ട് നമുക്ക് വേറെ റൂം അറേഞ്ച് ചെയ്ത് തന്നു. കുഴപ്പമില്ല. കാര്യം നമ്മൾ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്നപ്പോൾ ആ റൂമിലോട്ട് വന്നപ്പോൾ ചെറിയൊരു ഇത് തോന്നിയായിരുന്നു. പക്ഷേ എന്നാലും അവരത് നല്ല രീതിയിൽ അവർ മാനേജ് ചെയ്തു. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് അടിപൊളി കാഴ്ചകളും കുറച്ച് ഷോപ്സും അതേപോലെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും രസം വെച്ചാൽ അടുത്തടുത്ത് കുറേ റിസോർട്ട്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന പോലെ തന്നെ കുറേ റിസോർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ജസ്റ്റ് ഒരു വാക്ക് ത്രൂ പുറത്തോടെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നതിന് മുമ്പ് ഇവിടെ ഓരോ റിസോർട്ടിനും അവരുടേതായ ഒരു റെസ്റ്റോറൻറ്റ് കാണും അതിനകത്ത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരട്ടെ എങ്ങനെയുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ടിൽ നമുക്ക് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ്, മേളിലും ഉണ്ട് കഴിക്കാനുള്ള സൗകര്യം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, എല്ലാ ചെയറുകളും കടലിനോട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് തോന്നി. എന്തായാലും അതൊരു രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൊക്കത്തോട്ട് പോകാം. പൊക്കത്തും സെയിം തന്നെ. പിന്നെ മിക്ക ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പൊക്കത്തിരിക്കാനുള്ളൂ. അപ്പോൾ പൊക്കത്തിരിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മേളിലിരിക്കാം. പക്ഷേ എവിടെ ഇരുന്നാലും ആ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കാണുന്നുണ്ടല്ലോ ആ ഒരു പച്ചപ്പും നമ്മുടെ കടലും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, അന്യായം, സൂപ്പർ. ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരാണെങ്കിൽ എല്ലാ റിസോർട്ടിൻ്റെ പുറത്തായിട്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാസേജ് ഇവരിങ്ങനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ റിസോർട്ടും തമ്മിൽ കണക്റ്റഡാണ്. അവിടെ നമുക്ക് ആ വഴി നടക്കാം, ആ ഒരു കടലിൻ്റെ വ്യൂ കാണാം. പിന്നെ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ വേണമെങ്കിൽ കുറേ ഷോപ്സ് ഉണ്ട്. ഇതാണ് ആ ഒരു വഴി. ഇവിടുന്ന് ഈ ഒരു വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നാട്ടത്തൊക്കെയുള്ള വേറെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ്. വ്യൂ സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്നൊന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു വ്യൂ ആട്ടോ. അത്രയും രസകരമായിട്ടാണ് ഓരോന്നും അവരോടെ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ. ഞങ്ങളത് പറഞ്ഞ ഈ പ്രാവശ്യം വരാനുള്ള മെയിൻ പ്ലാൻ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ കാരണം നമ്മുടെ മൈൻഡ് ശരിക്കും അങ്ങോട്ട് ഓഫായി പോയി. ഇനിയിപ്പോൾ ഏകദേശം പയ്യെ എല്ലാം ഒന്ന് ശരിയായി വരുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് വന്നേക്കാന്ന് കരുതി വന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ഒരു ഷോപ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കത്തി വിലയിലോട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല ബാർഗെയിൻ ചെയ്യാനൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്ത് മേടിക്കുക. അതല്ലാണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ കുറേ സാധനങ്ങളുണ്ട്. ഈ ഹിന്ദിക്കാരുടെ ഐറ്റംസാണ് ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ ഉള്ളൂ. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ വ്യൂ ആട്ടോ. സത്യം പറയാം, ഞാൻ തന്നെ ഇവിടെ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിട്ട് ഞങ്ങൾ എന്തുമാത്രം ഫോട്ടോ ഇടുന്നത് എനിക്ക് തന്നെ. എന്ത് കണ്ട അന്യായ വ്യൂ ആണ്.
അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ വർക്കലയിലുള്ള ക്ലബ് 40 എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ എൻ്റെ റിവ്യൂ അല്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ടും വൈഫായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു റിസോർട്ടാണ്. സത്യം പറഞ്ഞാൽ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, എനിക്ക് ഈ കടൽ ഒരു നീല കളറിൽ കാണണം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, എൻ്റെ പിന്നെ അടിപൊളിയാണ്. നിങ്ങളെന്തായാലും വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കുക. എത്രയും വേഗം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതൊരു ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സൈനിങ് ഓഫ്.